ഹായ് ഫ്രണ്ട്സ്, ഷിൽജി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാവോ? ക്യാരമൽ വെച്ചിട്ട് 3 ചേരുവകൾ മാത്രം വച്ചുണ്ടാക്കുന്ന 5 മിനിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ ഡിഷാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ വേഗത്തിൽ ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ക്യാരമൽ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര, ഏകദേശം 250 ഗ്രാം പഞ്ചസാരയ്ക്കകത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് വേണം ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ അടി പിടിക്കത്തുമില്ല, അതുപോലെ കട്ടിയായിട്ടിരിക്കത്തുമില്ല. ഇങ്ങനെ ഇളക്കി ആദ്യം സിറപ്പ് ഉണ്ടാക്കി ഒന്ന് ആറാൻ വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുക്കാൻ. പഞ്ചസാരയൊന്ന് പതഞ്ഞ് വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതെ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി നമുക്ക് സിറപ്പ് റെഡി ആയിട്ടുണ്ട്, ഈ കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ. ചൗവരിയുടെ അളവിൻ്റെ അനുസരിച്ച് വേണം പാലെടുക്കാൻ. ഇപ്പം ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ക്യാരമൽ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സിറപ്പിൻ്റെ കളറാണ് കേട്ടോ, ഒരു പിങ്ക് കളർ ഈ പായസത്തിന് വരുന്നത്. പിന്നെ ചൗവരിയ, ഒരു 250 ഗ്രാം ചൗവരി, ചെറിയ ചൗവരിയാണ് ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. എനിക്ക് വലുതാണ് കിട്ടിയിരിക്കുന്നത്. അതൊന്ന് കഴുകി കുതിരാൻ വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിരുമിയെടുക്കണം, എന്നാൽ അതിൻ്റെ പൊടിയെല്ലാം പോവേ. ഇതിനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. നല്ല തിളച്ച് വറ്റി വരുന്ന ഭാഗമാകുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ആ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, ആ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യണം. മധുരം നോക്കിയതിന് ശേഷം മാത്രം വേണ്ടത്ര പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ക്യാരമൽ സിറപ്പിനകത്താണ് ഈ പാൽ ഒഴിച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മധുരം ഉണ്ടാവും. ഇനി ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പായസം നല്ല തിള വന്ന് വറ്റി വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം കുറഞ്ഞ്. പായസം കുറുകി വരുന്ന അനുസരിച്ചുണ്ടല്ലോ അതിൻ്റെ കളറ് മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ക്യാരമലിൻ്റെ സെയിം കളറാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാരമൽ ചൗവരി പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെയൊന്ന് ഓണത്തിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഇലയിൽ നിൽക്കുന്ന പായസമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചുക്കുപൊടിയോ ഏലക്കയോ സാധാരണ ചേർക്കുന്ന പോലെ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വെറും 3 ചേരുവകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, എന്നാൽ തന്നെ നല്ല അസാധ്യ രുചിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. തലേദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു സ്കൂപ്പിൽ നമ്മൾ കോരി എടുക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. ചൗവരി ആയതുകൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയാണ്. ശർക്കര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ക്യാരമൽ സിറപ്പ് വെച്ചിട്ട് പായസം വെക്കുവാണെങ്കിൽ ശർക്കരയുടെ കളർ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഈ സിറപ്പിൻ്റെ കട്ടി കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് പിങ്ക് കളറിൽ പാലട പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഷിൽജി വ്ലോഗ്സിൽ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയൊക്കെ ബൈ.